ചിങ്ങമൊന്നിന് ഗുരുവായൂരിലെത്തുന്നവർക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ ബസ് സ്റ്റാൻഡ് അടച്ചുപൂട്ടിയാൽ കോൺഗ്രസ് പ്രവർത്തകർ ഒന്നടങ്കം അത് പരസ്യമായി തള്ളി തുറന്നു നൽകുമെന്ന് കെ.പി.സി.സി ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ. ഗുരുവായൂർ നഗരസഭയുടെ ഭരണ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച നഗരസഭാ ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്, ഡി.സി.സി സെക്രട്ടറിമാരായ വി. വേണുഗോപാൽ, കെ.ഡി. വീരമണി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സി.എസ്. സൂരജ്, കെ.വി. ഷാനവാസ്, മഹിളാ കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബീന രവിശങ്കർ, അനിത ശിവൻ, കെ.പി. ഉദയൻ, പി.ജെ. സ്റ്റാൻലി, ഒ.കെ.ആർ. മണികണ്ഠൻ, ആൻഡോ തോമസ്, കെ.ജെ. ചാക്കോ, സുനിൽ കാര്യാട്ട്, കെ. നവാസ്, സി. മുസ്താഖ് അലി എന്നിവർ സംസാരിച്ചു. ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും നഗരസഭാ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് കിഴക്കേ നടയിലെ മഞ്ജുലാലിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ഇതോടെ കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യങ്ങൾ വിളിച്ച് ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിച്ചു. മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ ശാന്തരാക്കിയത്. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? ₹1 മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. ആളൂക്കാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.